ജയദേവമാമന്റെ മോള് രാധിക. എത്ര കാലം മുമ്പാ കണ്ടത്? ഓർക്കുന്നുണ്ടാവുമോ? പണ്ട് സർപ്പക്കാവിലെ അരളിമരച്ചോട്ടിൽ വെച്ച് നല്ല മധുരമാ, കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞ് ഞാനൊരു പച്ചത്തുമ്പിയെ പിടിച്ചു തന്നതും നീ കഴിച്ചതും. അതിൽ പിന്നെ എവിടെയായിരുന്നു ഇത്ര കാലം? ഇപ്പം വളർന്നല്ലോ ഒത്തിരി. മാനം മുട്ടെ എന്റെ മനസ്സ് നിറയെ. കണ്ണാ, പിണങ്ങിയിരിക്കുകയാണോ? കൊള്ളാമേ, നല്ല പണിയാ കാണിച്ചത്. ഞാൻ പറയുന്ന ഒന്ന് കേക്കുമോനെ. ഒന്നാമത് ആ കുട്ടി ബാംഗ്ലൂരിലൊക്കെ വളർന്നല്ലേ, ഇത്ര സൗകര്യമുള്ള മുറിയൊക്കെ കൊടുക്കണ്ടേ? മാത്രമല്ല ആ കുട്ടിയുടെ വിസയൊക്കെ ശരിയായി അവൾ അമേരിക്കയ്ക്ക് പോകാനിരിക്കുക. അതിനു മുമ്പ് അവളുടെ ഡാൻസ് അരങ്ങേറ്റം നമ്മുടെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്നാണ് ജയദേവമാവന്റെ ഒക്കെ ആശ. അതിന് റിഹേഴ്സലൊക്കെ എടുക്കണ്ടേ? റിഹേഴ്സൽ. ആ, കൂടാതെ അമ്മയും അച്ഛനും അമ്മാവനും ഒക്കെ വലിയ ടെൻഷനിലുവാ. അതെന്താ? ആരോടും പറയണ്ട. ഈ തറവാട്ടിൽ അധികകാലം നിർത്തിക്കൂടെന്നാ അവളുടെ ജാതകത്തില്. അവക്ക് ദോഷാത്രേ. അതുകൊണ്ട് അവളെ ബാംഗ്ലൂരിൽ സതിയാന്റിയുടെ വീട്ടിൽ തന്നെ നിർത്തിയത്. ഇനി അവൾ ഇവിടുന്ന് തിരികെ പോകുന്നവരെ എല്ലാവർക്കും അങ്കലാപ്പ. നീ കണ്ടോ അവളെ? ഇല്ല. ആ, രേണുകയുടെ കൈയും പിടിച്ച് അവിടെ ഇവിടേക്ക് നടക്കുന്നുണ്ട്. കൂടെ അവളുടെ അമ്മുമ്മയുണ്ട്. നിന്നെ തിരക്കിയായിരുന്നു. വാസന്തി ചേച്ചി, എന്താ വിജി? തപു ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. അവനെ കാണുന്നില്ല ചേച്ചി. ഇനി എവിടെ പോയി തപ്പാനാ? എങ്ങും കാണുന്നില്ലല്ലോ. രേണുമോളെ നോക്കിയോ എല്ലായിടത്തും? തിരുവനന്തപുരത്ത് എങ്ങും ഇല്ല കുഞ്ഞമ്മേ. എന്റെ ഭഗവതി, അവനിതെവിടെ പോയി? കുഞ്ഞമ്മേ, എന്താ കുഞ്ഞമ്മേ? കണ്ണ, എന്റെ മോനെ കാണുന്നില്ല കണ്ണ. അവൻ ഇവിടെ കാണും മോളെ. കണ്ണാ, പിള്ളേര് മുറിയിലൊക്കെ നോക്കുന്നത്, നീ ഇവിടെ പോയി നോക്കി. എല്ലായിടത്തും നോക്കിയോ വിജി? കൊറേ നേരമായി നോക്കുന്നു. മോളിലൊന്നും ഇല്ലല്ലോ. ഇല്ല, നീ വാ. പരമേശ്വര, കുഞ്ഞിനെ വല്ല കിണറ്റിലോ കുളത്തിലോ? വേണ്ട, പെങ്ങളൊന്നും മിണ്ടണ്ട, അവിടെ എവിടെങ്കിലും പോയി. എന്താണോ ഇത്? കൊച്ചിനെ കാണാനല്ല, അപ്പഴാ തന്റെ ഒരു കായ്ക്കങ്ങ. പോയി നോക്കണോ. നീ ബഹളം ഉണ്ടാക്കാതെ. ഞാൻ അവിടെ എല്ലാം നോക്കി, കുളിമുറിയിലും ഇല്ല. എന്റെ മോൻ എന്റെ ഭഗവാനെ, വെക്കാതെ അവൻ അവിടെ ഇല്ല. മോനെ, ചേച്ചി അവൻ എവിടെങ്കിലും കണ്ടില്ല. നീ ഞാൻ എന്തോടെ മണത്തോണ്ട് നിൽക്കുന്നേ? അവിടെ ഞാൻ പോയി കൊച്ചിനെ നോക്കണോ. കണ്ണാ, കണ്ണ. കൊച്ചു കഴിവേറി, നീ പേടിപ്പിച്ചു കളഞ്ഞോടാ. അവനോണ്ട് എവിടെ എവിടെ? എനിക്കെങ്ങനെ അറിയാം? അവിടെ എവിടെ ശബ്ദം കേട്ടു. ഇറങ്ങ ഇറങ്ങ ഇറങ്ങായിക്കോട്ട്. എന്തിനാടാ അതിന്റെ മോളിൽ കയറിയത്? മൂത്രം ഒഴിക്കാൻ നീ വേറെ ഒരു സ്ഥലവും കണ്ടില്ലല്ലേ? എന്തിനാ മോനെ ഇതിന്റെ മോളിൽ കയറിയത്? ആര്? ഭഗവതി പറയോ? അയ്യേ, തിരുമാനി ഭഗവതി പറയാണ്ട് പേടിച്ചതാ. അയ്യേ, എന്തൊരു പേടിത്തൊണ്ടൻ. കൊച്ചു ഭീമ, നീ ഇത്ര പേടിത്തൊണ്ടായി. മതി മതി, ഇനി അവൻ ആരും കളിയാക്കണ്ട. നീ പോരു മോനെ. എന്തിനാണ് കള്ളന്ന് ഇങ്ങനെ പേടിച്ചേ? കരയരുത്. മതി മതി അവനെ കളിയാക്കിയത്. വേണ്ട വേണ്ട, ഇനി അവനെ ആരും വഴക്കിടിക്കണ്ട. നീ വാ. എങ്ങും കൊണ്ടു അയച്ചു, ഒന്ന് കുളിപ്പിക്കട്ടെ. നിക്കർ മുഴുവൻ മൂത്രോ. ഇതല്ലേ വാസന്തി കണ്ണൻ? ആ, കണ്ണ അറിയോ ആരാണെന്ന്? അറിയാം. രാധികയുടെ അമ്മുമ്മയാ, മഹേശ്വരി ചേച്ചി. എല്ലാരും പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചു പയ്യനാണെന്ന്. എത്ര വയസ്സായി? 19 കഴിഞ്ഞു. 19 കഴിഞ്ഞു അല്ലേ? രാധികയ്ക്ക് 16 ആയുള്ളൂ. എടി മോളെ, നീ കണ്ടില്ലേ കണ്ണനെ? കണ്ണൻ അറിഞ്ഞോ? അവൾ അമേരിക്കയിൽ പോവാ. അവള് ഫസ്റ്റാ, പാട്ടിനും പഠിത്തത്തിനും ഒക്കെ.
ആ പിന്നെ അവക്ക് ഡാൻസും അറിയാം. എങ്ങോട്ട് പോന്നരാതിയെ? വെറുതെ മിറ്റത്തേക്ക് പോവാ. സൂക്ഷിച്ചു പോണേ, വെട്ടവും വെളിച്ചൊന്നും ഇല്ലാത്ത നാടാ. എടാ കണ്ണ, എന്റെ പൊടി തീർന്നു. ആ വിശ്വമ്മന്റെ കടയിൽ കുറച്ച് പൊടി മേടിച്ചോണ്ടാ. വാങ്ങാ അപ്പൂപ്പ. അപ്പൂപ്പ, സത്യമായ പൊടിയാണോ വാങ്ങേണ്ടത് അതോ കള്ളപ്പൊടിയാണോ? പൊടിയൊക്കെ കൊണ്ടുവരാ മോനെ. അവിടെ ഡീക്ക് നിന്നെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചല്ലേ. നന്നായി, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എളുപ്പം ഇങ്ങ് എത്തിയേക്കണം. ആ രേണു, അമ്മ അന്വേഷിച്ചാൽ അപ്പൂപ്പന് പൊടിയും വാങ്ങി വന്നിട്ട് മുകളിലിരുന്ന് പഠിക്കാണെന്നേ പറയാവൂ. ഞാൻ റിഹേഴ്സലിന് പോവാ. വിളിക്കുമ്പോ ഉണന്നോണം. മൂടിപ്പോച്ച് ഉറങ്ങിക്കളയരുത്. കണ്ണേട്ടാ, കുറച്ച് പാലപ്പൂ പറിച്ചു തരാമോ? എന്തിനാ? രാധിക ചേച്ചിക്കാ. വെട്ടവും വെളിച്ചവും ഇല്ലാത്ത നാടല്ലേ. ഇരുട്ടത്ത് കയറി വീണു പോയാലോ? നാളെ പകലാവട്ടെ. രേണുവിന്റെ ഏട്ടൻ കളിയാക്കിയതല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. എവിടെ പോണെന്നാ പറഞ്ഞേ? റിഹേഴ്സലിന് പോയതാ. നാടകവും പാട്ടെന്നൊക്കെ പറഞ്ഞ ജീവനാ. ഇനി വെളുപ്പിനെ വരൂ. എന്നാലും പഠിത്തത്തിൽ ഒന്നാമനാ. രേണു, ഇവിടെങ്ങാണ്ട് പണ്ടൊരു സർപ്പക്കാവില്ലായിരുന്നോ? ഇപ്പോഴും ഉണ്ടല്ലോ, ഇതാ അവിടെ. അതിനടുത്ത് എവിടെയോ ഒരു അരളിമരമില്ലായിരുന്നോ? ഉണ്ടല്ലോ. നമുക്കൊന്ന് പോവാ അവിടെ. ഇപ്പോഴോ? അയ്യോ, അവിടെ ആകെ കാട് പിടിച്ചു കിടക്കുക. രേണു, 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 ഒന്ന് എഴുന്നേക്കാൻ. രേണു, രേണു, ഒന്ന് എഴുന്നേറ്റേ. രേണു, ദേ വിളിക്കുന്നു. രേണു, രേണു, ദേ വിളിക്കുന്നു. സാരമില്ല, ആ വശത്തുള്ള വാതിൽ ഒന്ന് തുറന്നു തന്നാ മതി. ഒന്ന് തുറന്നു തരുന്നേ പ്ലീസ്. നിക്ക്, ഒന്ന് പറയട്ടെ. ഞാൻ പോവാ. ദേ പാദസരം. ഒന്നുകൂടെ വാതിൽ തുറന്നു വരൂ, തന്നേക്കാം. വരൂ.
അല്ലെങ്കിൽ ഈ ജനലോളൊന്ന് വന്നാലും മതി. രേണു, രേണു, വേണ്ട, രേണു. അങ്ങനെയാണെങ്കിൽ ഇതിന് കിട്ടാൻ പോണില്ല. എത്രമാത്രം വിളിക്കണം? ഇതെന്തൊരു ഉറക്കമാകണ്ണ ഇത്? ഉടുപ്പ് പോലും മാറ്റാതെ എഴുന്നേറ്റ് താഴോട്ട് ചെല്ല്, അമ്മ വിളിക്കുന്നു. എന്തിനാ? ആരെയോ വിളിച്ചോണ്ട് വരാൻ. ഒന്ന് വേഗം ചെല്ല് കണ്ണാ. എന്തായാലും ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ സമ്മതിക്കില്ല. തുറന്ന് സമ്മതിക്കുക നല്ലത്. ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല. എന്താ വല്യമ്മാവ? എന്തൊരു ഉറക്കപാടായത് ഉച്ചവരെ. നീ എന്ന് ആ പപ്പനാവുള്ളയോട് ഒന്ന് ഇത്ര വരെ വരാൻ പറ. സൈക്കിളിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നാലും മതി. ഈ ഗുളിക ഭക്ഷണം കഴിഞ്ഞ് 3 നേരം കഴിച്ചോളൂ. പഥ്യം പാലിക്കാൻ മറക്കണ്ട. അരിഷ്ടം തീരുമ്പോ വൈദ്യര് വന്നിട്ട് വാങ്ങിച്ചോളൂ. ഓ, കോഴിക്കൽ എന്തോ വലിയ പ്രശ്നം. ഉടനെ ചെല്ലാൻ വല്യമ്മാവൻ പറഞ്ഞു. ഓ, എന്താ കുഞ്ഞെ പ്രശ്നം? ഇപ്പൊ പറഞ്ഞാലും രക്ഷപ്പെടാം, അല്ലേ കണ്ടു തീർക്കാം. കേട്ടോ പരമേശ്വര, അതേ വിശ്വശങ്കരം വൈദ്യരുടെ കടയെന്ന് കുറച്ച് രശന കുളിച്ചാതി എണ്ണ. ആ, എന്താണാവോ? ഇന്നലെ ഇവിടുന്ന് ഒരു സാധനം മോഷണം പോയി. ഓ, ഒരു സ്വർണ്ണ പാദസരം. വെളുപ്പിനെ പോലെ തപ്പുക ഒരിടത്തും ഇല്ല. അന്യരെന്ന് പറയാൻ ഇവിടെ ഇപ്പോ 3-4 ജോലിക്കാരേ ഉള്ളൂ. ഇതിനോടൊക്കെ പുറത്തൊന്നും ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. എന്തായാലും എടുത്തതാരാണെന്ന് മഷീട്ട് നോക്കിയാൽ തെളിയുമല്ലോ. ആ ആ, ഈശ്വരനെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കോളൂ. ഓ, വല്യമ്മാവ ഒന്നുകൂടെ എല്ലായിടത്തും നോക്കിയിട്ട്. ഇനി എവിടാ നോക്കാൻ ബാക്കിയുള്ളത്? ആരെയൊക്കെ വേണ്ട വെച്ചാ വിളിച്ചോളൂ സഹായത്തിന്. ആ ആ, ഇവിടെ വാ. ഇവനെ കൊണ്ട് നോക്കിച്ചാ മതി. ഒന്ന് കുളിപ്പിച്ചോളൂ. ഒന്ന് പോടോ. ചുടലെന്ന് പൊടിക്കുന്നേ ചുടലക്കാളി, തീന്ന് പൊടിക്കുന്നേ ഭദ്രകാളി. ചുടലെന്ന് പൊടിക്കുന്നേ ചുടലക്കാളി, തീന്ന് പൊടിക്കുന്നേ ഭദ്രകാളി. ചുടലക്കാളി ചുടലക്കാളി, ചുടുചുടലേ ഭദ്രകാളി. അകമല പുറമല കടന്നു വന്ന് മലയും ഉരുക്കളുമൊക്കെ ഒഴിഞ്ഞ് ശകുനത്തിൽ തിരിഞ്ഞു മറിഞ്ഞ് മറിഞ്ഞു തിരിഞ്ഞ് തിരിമറിച്ച് മല മറിച്ച് കാണാക്കണ്ടം കണ്ടെടുത്ത് കാണാപ്പണ്ടം കുഴിച്ചെടുത്ത് ഊരാക്കുരു കഴിച്ചെടുക്ക് ഭദ്രകാളി. മഷീത് കരിമഷി, കാരക്കരിമഷി, ചുടലക്കരിമഷി, കയ്യിൽ തളിരാം തിരുവെറ്റിലയിൽ ചാഞ്ഞുകിടക്ക് ഭദ്രകാളി. വല്ലതും കാണുന്നുണ്ടോ? ഇല്ലേ? നോക്ക്. കുത്തുപോലെ പൊട്ടുപോലെ മിന്നുപോലെ പൊണ്ണുപോലെ മഷിപ്പുറത്ത് നോക്കി 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 കണ്ടു ചൊല്ലു ഭദ്രകാളി. വല്ലതും കാണുന്നുണ്ടോ? ഇല്ലേ? ചരടുപോലെ കൊള്ളുപോലെ തൊഴിലുപോലെ മിന്നി മിന്നി മഷിപ്പുറത്ത് നോക്കി 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 കണ്ടു ചൊല്ലു ഭദ്രകാളി. സത്യം പറ, കാണുന്നില്ലേ? കാണാം. എന്ത് കാണാം? രാധിക ചേച്ചിയുടെ പാദസരം. ആരെടുത്തു ചൊല്ല്? അതാരെടുത്തു ചൊല്ല്? ആരെടുത്ത്? ആരെടുത്തു ചൊല്ല്? ചൊല്ല്, വേഗം ചൊല്ല്, വേഗം ചൊല്ല്, ചൊല്ല്, വേഗം ചൊല്ല്, ആരൊക്കെ ചൊല്ല് ഭദ്രകാളി, വേഗം ചൊല്ല്, ഭഗവതിപ്പുര, അമ്മൂമ്മേ, ഭഗവതിപ്പുര.
എന്ത് ഭഗവതി പറ. സംശയിക്കാൻ എന്തിരിക്കുന്നു? ഭഗവതി തന്നെ, സാക്ഷാൽ പൂക്കോളങ്ങര ഭഗവതി. പണ്ടൊക്കെ ഈ കോഴിക്ക് എന്ന് അമ്പലിയാ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ പേരിനല്ലേ കൊടുപ്പൊക്കെ. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? വന്നു, പലിശ അടക്കം എടുത്തോണ്ട് പോയി. അല്ലാണ്ടെന്താ? ഇപ്പൊ തൃപ്തിയായില്ലേ എല്ലാവർക്കും? ഗോപാലകണിയാനെ വിളിപ്പിക്കണം. ഭഗവതിയുടെ പിണക്കം തീർക്കാൻ എന്താ പരിഹാരം എന്ന് കണ്ടുപിടിക്കണം. ദക്ഷിണ. ദേ, അറിഞ്ഞോ? ഭഗവതിയുടെ പിണക്കം തീർക്കാൻ പ്രശ്നം വെക്കാൻ പോകുന്നു. ഈ ഭഗവതിക്കും ഉണ്ടോ പിണക്കം? ഇപ്പൊ 2 ഭഗവതികൾക്കും ഓരോ പാദസരം. നന്നായി അല്ലേ? എന്തേ ഒന്നും മിണ്ടാത്തെ? എന്റെ മുമ്പ് മാത്രം എന്താ ഈ ഗമ? ഗോഡ് ഈസ് ലവ്. ഗോഡിനെന്തേ ലവ്? ഇത് വേണ്ട. ഇതിൽ മറ്റെന്തെങ്കിലും തുന്നു, എന്തെങ്കിലും. എന്നിട്ട് എനിക്ക് തന്നേക്കൂ, ഞാൻ വെച്ചേക്കാം. തരൂ. ഞാൻ പോവാ. ആരെങ്കിലും കണ്ടാലെന്താ? എന്റെ അല്ലേ മുറപ്പെണ്ണ്. ഞാൻ പോവാ. നിക്ക്. പാദസരം വേണ്ടേ? എന്താ തൊട്ടാ കറുത്തു പോവൂ? എങ്കിലൊരു ഉമ്മ വെളുപ്പിക്കാം.